രാഷ്ട്രപിതാവും ഒരു പുരുഷനായിരുന്നു. രാഷ്ട്രപിതാവും ഒരു പുരുഷനായിരുന്നു. പുഷ്പാഭിഷേകം ചെയ്യുന്നതല്ലേ പാലഭിഷേകം? എന്തെങ്കിലും വ്യത്യാസം? പുഷ്പാഭിഷേകം ചെയ്യുന്നതല്ലേ? ക്ഷമിക്കണം, സോറി. പുഷ്പാഭിഷേകവും അദ്ദേഹം സ്വാഗതം ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ പുഷ്പാഭിഷേകം ചെയ്യുന്നുണ്ട്. അതായത് പുഷ്പവും പാലഭിഷേകവും ഒക്കെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമേ ആദരവ് കാണിക്കുന്ന ഒരു രീതി. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പാലഭിഷേകം ചെയ്തപ്പോ അതാണ് ഞാൻ ഇതും കൂടെ കഴിഞ്ഞ പ്രാവശ്യം ആദ്യം ഇതായിട്ട് നെഗറ്റീവ് പറയല്ല, ചില ആൾക്കാർ നമ്മളോട് പറഞ്ഞു നമുക്ക് ഒരു ജഡ്ജിയുടെ കോലം കത്തിക്കണമെന്ന്. നമ്മൾ പറഞ്ഞു ഒരു കാരണവശാലും ചെയ്യരുത്. വേറൊരു ജഡ്ജിയുടെ, അതായത് ഷാരന്റെ വധക്കേസിനെ ന്യായീകരിക്കുകയും ഗ്രീഷ്മയെ ന്യായീകരിക്കുകയും അന്തസ്സോടുകൂടി കഷായം കലക്കി കൊടുത്തു എന്ന് പറഞ്ഞ മുമ്പത്തെ ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ കോലം കത്തിക്കണം ഞങ്ങൾ പറഞ്ഞു ഒരിക്കലും ചെയ്യരുത്. കാര്യം അതൊക്കെ രാഷ്ട്രീയക്കാരെ ചെയ്യാം. നമ്മൾ ജഡ്ജിമാരെ വേറൊരു ലെവലിലാണ് കാണുന്നത്. അതായത് ഏറ്റവും വിശ്വാസ്യതയുള്ള സ്ഥാപനം കോടതിയാണ്. ആ കോടതിയോട് ബന്ധപ്പെട്ടിരിക്കുന്ന ആരും വേണ്ട. പകരം നമുക്ക് പോസിറ്റീവായി ഇവരുടെ എല്ലാം കൂടെ നല്ല ഐഡിയ ആയിരുന്നു. രാഹുലും ഉമാമേശ്വർ സാർ എല്ലാം കൂടെ എടുത്ത നല്ല തീരുമാനമാണ് ജഡ്ജിക്ക് പാലഭിഷേകം ചെയ്യാം. അപ്പം പോലീസുകാർ തന്ന നോട്ടീസ് എന്താ അറിയോ? വിദ്വേഷ പ്രസംഗവും ഇത് വിദ്വേഷത്തിന്റെ ആക്ടാണ്. ഞങ്ങൾ പറഞ്ഞു പാലഭിഷേകം എങ്ങനെയാണ് വിദ്വേഷത്തിന്റെ ആക്ട് ആകുന്നത്? അപ്പൊ ഇന്ന് വലിയ വലിയ തത്വങ്ങൾ പറഞ്ഞു. നിലനിൽക്കുന്ന ഒരു ജഡ്ജിയാണ്, എന്താ ഭരണഘടനയിൽ ഇരിക്കുന്ന ഒരു ജഡ്ജിയാണ്, അതുകൊണ്ടൊന്നും ചെയ്യാൻ പാടില്ല. എന്തായാലും ഗാന്ധിജി എല്ലാവരുടെയും സ്വത്താണല്ലോ. ഗാന്ധിജി എന്തായാലും പോലീസുകാരുടെ മാത്രമൊന്നുമല്ലോ. അതുകൊണ്ട് ഗാന്ധിജിയുടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ നിങ്ങൾ ചെയ്തോളും, കുഴപ്പമില്ല. ഇപ്രാവശ്യം ഞാനും ഉറപ്പിച്ചു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നാളെ നമ്മൾ എന്തായാലും മഹാത്മാഗാന്ധിയുടെ 100% രാഷ്ട്രപിതാവാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. നമ്മുടെ രാഷ്ട്രപിതാവാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. ആ പുരുഷന്മാർക്ക് ഇന്നും വ്യാജ കേസുകളിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കണം എന്ന ആശയം കൊണ്ടാണ് മഹാത്മാഗാന്ധി ഉയർത്തിപ്പിടിക്കുന്നത്. മഹാത്മാഗാന്ധി അല്ലേ ഉയർത്തിപ്പിടിക്കുന്നത്? പോസിറ്റീവ് അല്ല. പുരുഷന്മാരെ കുറിച്ച് മഹാത്മാഗാന്ധിയുടെ കാലത്ത് ഇല്ല. കാര്യം പുരുഷപീഡനം ആ കാലത്ത് ഇല്ലായിരുന്നു. ആ കാലത്ത് പുരുഷപീഡനം ഇല്ല. അദ്ദേഹം പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റാണ്. മഹാത്മാഗാന്ധിയുടെ കാലത്ത് വ്യാജ കേസുകൾ ഇല്ലായിരുന്നു. മഹാത്മാഗാന്ധിയുടെ കാലത്ത് വ്യാജ പോക്സോ ഇല്ലായിരുന്നു. മഹാത്മാഗാന്ധിയുടെ കാലത്ത് വ്യാജ റേപ്പ് കേസുകൾ ഇല്ലായിരുന്നു. പക്ഷെ ഈ കാലത്തില്ലേ? ഈ കാലത്ത് ഉണ്ടേണ്ട തെളിവല്ലേ നിവിൻ പോളി? ഇത് തെളിവുണ്ടോ ഉപയോഗിക്കാൻ വേറെ എവിടെയും പോണ്ടല്ലോ. നേരത്തെ പ്രിയങ്ക മാഡം വളരെ മനോഹരമായി പറഞ്ഞ, ഞാൻ കുറച്ചുകൂടെ പച്ചയ്ക്ക് ആൾക്കാരുടെ ഓർമ്മയ്ക്ക് വേണ്ടി പറയാം. ഒരു പ്രമുഖ സംവിധായകനും അഭിനേതാവും, വേറൊരു പ്രമുഖ അഭിനേത്രി. ഈ വ്യക്തിക്ക് ഇവരെ തമ്മിൽ ഇഷ്ടമായിരുന്നു, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി കൊണ്ട് വ്യാജ റേപ്പ് കേസ് കൊടുത്തു. പീരീഡിന്റെ ദിവസം എന്റെ ചവിട്ടി എന്നൊക്കെ പറഞ്ഞ് കഥയുണ്ടാക്കി. മഹാത്മാഗാന്ധിയുടെ കാലത്ത് അങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പൊ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രപിതാവിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മധ്യപാത, അതാണ് ഒരു മോഡറേറ്റ് പാതയെ ഉയർത്തിപ്പിടിച്ച് നാളെ മഹാത്മാഗാന്ധിയുടെ കട്ടൌട്ടിൽ പാലഭിഷേകം നടത്തിക്കൊണ്ട് പോലീസുകാരോട് വളരെ ബഹുമാനത്തോടെ അതിനോട് പറയാൻ ആഗ്രഹിക്കുന്നു. അഥവാ പോലീസുകാരെ തടയുകയാണെങ്കിൽ ഞങ്ങൾ പോലീസുകാരുടെ പേരും വീഡിയോ എടുത്ത് ഹൈക്കോടതിയിൽ പരാതി കൊടുക്കും. തീർച്ചയായിട്ടും അതുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകും. കഴിഞ്ഞ പ്രാവശ്യം ഒരു വലിയ വലിയ തത്വങ്ങൾ പറഞ്ഞു. അതായത് സിറ്റിംഗ് ജഡ്ജിയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ മാറ്റുന്നതെന്നൊക്കെ പറഞ്ഞു. എന്തായാലും മഹാത്മാഗാന്ധി സിറ്റിംഗ് ജഡ്ജി അല്ലല്ലോ. മഹാത്മാഗാന്ധി നമ്മുടെ പൊതുസ്വത്തല്ല. അങ്ങനെ നാളെ മഹാത്മാഗാന്ധിയുടെ കട്ടൌട്ടിൽ ഇനി ചില ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളും ചില അവരെ സപ്പോർട്ട് ചെയ്യുന്ന ലോയേഴ്സും ഒക്കെ ഇന്നലെയും ഇന്നുമായിട്ട് പല സ്ഥലങ്ങളിലും തടയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലർ നിയമം മൂലം തടയുമെന്നും ചിലർ ഫിസിക്കലി തടയുമെന്നൊക്കെ സാമൂഹ്യ മാധ്യമങ്ങൾ പറയുന്നു. തീർച്ചയായും നിങ്ങൾ വരിക. ഞങ്ങൾ ഉറപ്പായിട്ട് കൊടുക്കാണ് രാവിലെ സെക്രട്ടേറിയറ്റിൽ. അതുകൊണ്ട് 100% നാളെ പാലഭിഷേകവും അതോടൊപ്പം ഈ നിയമ വായനയും. ഇത് നിയമസഭയിൽ എത്തിയൊരു കാര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ വിദ്വേഷ പ്രസംഗം ഞങ്ങൾ പറയണല്ലോ കേട്ടോ. ഇത് രാഹുൽ ഈശ്വറിന്റെ വാക്കുകളല്ല, അവര് പോലീസിന് കൊടുത്ത ഒഫീഷ്യൽ പരാതിയിലെ വാക്കാണ് പറയുന്നത്. ഇത് വിദ്വേഷ പ്രസംഗത്തിന്റെ പരിധിയിൽ വരുമെന്ന്. പാലഭിഷേകം അതെങ്ങനെ പറയും? അപ്പം വിജയുടെ കട്ടൌട്ടിൽ ആൾക്കാർ പാലഭിഷേകം നടത്തുന്ന വിദ്വേഷ പ്രസംഗത്തിന്റെ പരിധിയിൽ വരൂ. ചുമ്മാ ഗുമ്പിന് ഡയലോഗ് അടിക്കുക. ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഞാൻ മോശമായിട്ടല്ല കേട്ടോ. കുറച്ചു കാലം മുമ്പ് നമ്മുടെ പ്രമുഖമായ കേരള പോലീസിലെ സിംഗമായിരുന്ന ഒരു IG പറഞ്ഞു 14 സെക്കൻഡ് പെൺകുട്ടിയെ നോക്കിയാൽ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു വകുപ്പുണ്ടോ? അതായത് ഞാൻ ആരെയും മോശമാക്കാനല്ല, ആലങ്കാരികമായി പറയട്ടെ. അതായത് യൂട്യൂബ് ചെയ്യുന്നവർ ഇടയ്ക്കിടയ്ക്ക് പറയും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്കൊരു ഹുക്ക് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഗുമ്മും പഞ്ച് ഡയലോഗും വേണമെന്ന് സാധാരണക്കാർ പറയും. സാധാരണക്കാരെങ്ങനെ ഗുമ്മും ഹുക്കും ഒന്നും ഇട്ടാൽ കുഴപ്പമില്ല. IG-യും ജഡ്ജിയും ഒക്കെ ഇട്ടു തുടങ്ങിയ നമ്മുടെ അവസ്ഥ വലിയ ബുദ്ധിമുട്ടാണ്. അതായത് പഴയ ഹൈക്കോടതിയിലെ ജഡ്ജി ആ അന്തസ്സോടെ കഷായം കലക്കി കൊടുത്തു. ഞാൻ ഒരു കാര്യം നിങ്ങളോട് ബഹുമാനത്തോടെ വിമർശനമായി ചോദിച്ചോട്ടെ. ഒരു ഹൈക്കോടതി ജഡ്ജി അന്തസ്സോടെ വിഷം കലക്കി കൊടുത്തു, അവരെ കൊന്നു എന്ന് പറഞ്ഞിട്ട് ഈ നാട്ടിൽ ആരെങ്കിലും പുള്ളി വിമർശിച്ചുണ്ടോ? ഞങ്ങൾ വിമർശിച്ചു. അതായത് ഒരാൾ മരിക്കുകയാണ്, 11 ദിവസം വെള്ളം കുടിക്കാൻ കിട്ടാതെ ഷാരൺ എന്ന് പറയുന്ന വ്യക്തി മരിക്കുകയാണ്. എന്നിട്ട് ഹൈക്കോടതി പേര് പറയാം, എന്തിനാ പേര് പറഞ്ഞു? കമാൽ പാഷ സാറിനെ പോലെ നമ്മളെല്ലാം ആദരിക്കുന്ന ഒരു വ്യക്തി ഈ 11 ദിവസം വെള്ളം കുടിക്കാതെ കിടന്ന് മരിച്ച ആ വ്യക്തിയോട് ഗ്രീഷ്മ ഒരു കോർണറിലെത്തിയപ്പോൾ ചെയ്തു പോയതാണ്. അവസാനം അന്തസ്സോടെ കഷായം കലക്കി കൊടുത്തു. ഞാൻ നാളെ തിരിച്ച് ഷാരോൺ ഗ്രീഷ്മയാണ് കൊന്നിരുന്നെങ്കിൽ രാഹുൽ ഈശ്വറോ ആരെങ്കിലും ഇവിടെ വന്നിരുന്ന് അന്തസ്സോടെ അവസാനം ഷാരൺ ഗ്രീഷ്മയ്ക്ക് കഷായം കലക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യൂലേ?
തിരിച്ച് അറസ്റ്റ് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. തെറ്റാണെന്ന് പറഞ്ഞൂടെ? തെറ്റാണെന്ന് പറയാനുള്ളൊരു മര്യാദ കാണിക്കണ്ടേ? നമ്മുടെ എന്താ വനിതാ കമ്മീഷൻ തെറ്റാന്ന് പറയാത്തെ? എന്താ നമ്മുടെ യുവജന കമ്മീഷൻ? ഷാരോട് യുവജനമാണല്ലോ, 21 വയസ്സല്ലേ ഉള്ളൂ, യുവജനത്തിന്റെ പരിധി വരുന്ന ആളല്ലേ. കമാൽ പാഷ സാറ് ജഡ്ജിയാണ്. അദ്ദേഹം അന്തസ്സോടെ കഷായം കലക്കി കൊടുത്തത്, അല്ലെങ്കിൽ കൊലപാതകത്തെ ന്യായീകരിക്കുകയാണ്, വിഷം കൊടുത്ത് കൊന്നതിനെ ന്യായീകരിക്കുന്നത് ശരിയല്ല എന്ന് ഒരാൾ പറയുന്നത് കേട്ടോ. ഒരാൾ, രണ്ടുപേര് വേണ്ട, ഒരാൾ പറയുന്നത് കേട്ടോ. അതെന്താ? അപ്പൊ അവിടെയാണ് ഈ ഇരട്ടത്താപ്പുണ്ട്. അത് ലോപ്പ് സൈഡഡ് ആയിപ്പോയി. അതുകൊണ്ടാണ് സ്ത്രീപക്ഷ നിയമങ്ങൾ വളരെ ആവശ്യമാണ്. അത് ദുരുപയോഗം ചെയ്യാതിരിക്കാനുള്ള ഒരു ബാലൻസിങ് ഗ്രൗണ്ട്, ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഈ ബാലൻസിങ് ഗ്രൗണ്ട് ആണ് നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത്. നേരത്തെ ശ്രീ അജിത് കുമാർജി പറഞ്ഞ എന്നെ ഒരു വിമർശനവും കൂടി ഞാൻ സ്വീകരിക്കുന്നു. കാര്യം പലപ്പോഴും ഞങ്ങൾ ഈ പുരുഷ കമ്മീഷൻ പറയും പോകും, ഒരു ക്യാമ്പയിൻ മോഡിലേക്ക് പോകാറില്ല. പക്ഷെ ജനുവരി 11 എനിക്ക് ശരിക്കും അതിന്റെ ആവശ്യം ബോധ്യമായിരുന്നു. മകന്റെ ബർത്ത്ഡേ ആയിരുന്നു. മകന്റെ ബർത്ത്ഡേ ആയപ്പോഴാണ് മാധ്യമങ്ങളിൽ ഹണി റോസിന്റെ പരാതിയും അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ പ്രധാനമായിട്ട് ഉയർന്നു വന്നത്. അപ്പൊ എന്തു പറ്റിയെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എനിക്ക് പേടിയായി. വനിതാ കമ്മീഷൻ പറയുന്നു, യുവജന കമ്മീഷൻ പറയുന്നു രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യണം, കേസ് എടുക്കണം, DGPക്ക് റിപ്പോർട്ട് കൊടുക്കും. വനിതാ കമ്മീഷൻ പറയുന്നു എനിക്കെതിരെ കേസ് ഉണ്ടാകാൻ അറസ്റ്റ് ചെയ്യണം. ഞാൻ ശരിക്കും അപ്പോഴാണ് ജീവിതാനുഭവങ്ങളിലൂടെ ഓർത്തത്, ഞാൻ എവിടെ പോവും? മോന്റെ ബർത്ത്ഡേ കൂടെ ആയിരുന്നുകൊണ്ട് ഞാൻ ഉടനെ പെട്ടെന്ന് ഹൈക്കോടതി വിളിച്ചു. ദൈവസഹായിച്ച് ഹൈക്കോടതി വൈകിട്ട് 5 മണിക്കോ അവസാനം ആണ് നമ്മൾ ഫയൽ ചെയ്തത്. കാര്യം എന്റെ മകന്റെ ഫ്രണ്ടിൽ വെച്ച് അങ്ങനെ അറസ്റ്റ് ചെയ്തത്. കാര്യം എങ്ങനെ വാർത്ത വരുമെന്ന് അറിയാമോ? ലൈംഗിക അധിക്ഷേപ കേസിൽ രാഹുൽ ഈശ്വർ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് കാര്യമായിട്ട് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കും. എന്റെ തന്നെ പരിചയക്കാരായ സുഹൃത്തുക്കളായ മാധ്യമങ്ങൾ വൈകിട്ട് ചർച്ച ചെയ്യും രാഹുൽ ഈശ്വർ വെർബൽ റേപ്പ് നടത്തി എന്ന്. ഒരു മടിയില്ലാതെ അറസ്റ്റ് ചെയ്യും. അപ്പോൾ അവസാനം വെർബൽ റേപ്പിസ്റ്റാണ്. നേരെ തിരിച്ച് ഹണി റോസിന്റെ പരാതി ഇന്നലെ തള്ളി ഹൈക്കോടതി എനിക്ക് അനുകൂലമായ വിധി തന്നു. ഹൈക്കോടതിയുടെ വാക്കുകളാണ്, ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ വാക്കുകളാണ്. യു ആർ എ ചാമ്പ്യൻ ഓഫ് മെൻ ബട്ട് യു ഷുഡ് ചാമ്പ്യൻ അതേഴ്സ് കോസ് ടു. ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് ബാറാൻ ബെഞ്ച് റിപ്പോർട്ട് ചെയ്ത കൃത്യം വാർത്തയാണ്. നമ്മുടെ ഒരു മാധ്യമങ്ങളും അങ്ങനെ ഒരു വാർത്ത പോലും ബാറാൻ ബെഞ്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ലീഗൽ സെല്ല് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ആരെങ്കിലും എനിക്ക് അനുകൂലമായ വാർത്ത കൊടുത്തു? ഹണി റോസിന്റെ കേസിൽ ഹണി റോസിന് തിരിച്ചടിയെന്ന് ഒരാളെങ്കിലും വാർത്ത കൊടുത്തു? അതെന്തുകൊണ്ടാണ്? അത്രമാത്രം ലോക്ക് സൈഡഡ് ആണ്. അതായത് കഴിഞ്ഞ ആഴ്ച എന്നെ അറസ്റ്റ് ചെയ്തെന്ന് ഞാൻ അപ്രോച്ച് ചെയ്തു. അപ്പൊ ഹൈക്കോടതി പറഞ്ഞു നിങ്ങൾക്കെതിരെ എന്തായാലും FIR ഇട്ടിട്ടില്ല, അതുകൊണ്ട് നോട്ട് ടു അറസ്റ്റ് തരുന്നില്ല. എല്ലാ മാധ്യമങ്ങളിലും വലിയ വാർത്തയായിരുന്നു രാഹുൽ ഈശ്വർ തിരിച്ചടി, അറസ്റ്റ് തടഞ്ഞില്ല എന്നൊക്കെ. കോടതി പറഞ്ഞത് FIR ഇട്ടിട്ടില്ല, അതുകൊണ്ട് നോട്ട് ടു അറസ്റ്റ് തരുന്നില്ലെന്നാണ്. രാഹുൽ ഈശ്വർ തിരിച്ചത്. നേരെ തിരിച്ച് ഹണി റോസിന്റെ പരാതിയിൽ മെറിറ്റില്ലെന്നല്ലേ പോലീസ് കണ്ടെത്തിയത്? ഹണി റോസിന്റെ പരാതിയിൽ മെറിറ്റ് ഇല്ല എന്ന് പോലീസ് കണ്ടെത്തി. ഹണി റോസിന്റെ പരാതി തെറ്റാണെന്ന് കൊടുക്കണ്ട. ഹണി റോസിന്റെ പരാതി പോലീസ് തെളിയുന്നോ, ഹണി റോസിന് തിരിച്ചടിയുന്നോ ഏതെങ്കിലും ഒരു മാധ്യമം കൊടുത്തോ? ഞാൻ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണെന്ന് ഹണി റോസ് അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതി രാഹുൽ ഈശ്വറിന് മാപ്പില്ല, എന്നെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു. വലിയ രീതിയിൽ വെണ്ടക്കയാക്കി. ഹൈക്കോടതി അത് ശരിയല്ലെന്നും പോലീസ്, അതായത് സാറിന് ഞാൻ വിചാരിച്ചു പോലീസ് എനിക്കെതിരെ കേസെടുക്കും, ഒരു മീഡിയക്കാരുടെ കൈയിൽ കിട്ടാൻ വേണ്ടിയെങ്കിലും ദൈവസഹായിച്ച് പോലീസിനോട് നന്ദിയുണ്ട്, അവർ പറഞ്ഞില്ല. ആരെങ്കിലും അനുകൂലമായി ചോദിച്ചു? ഇത് എല്ലാവരുടെയും കേസിലാണ്. നേരത്തെ പറഞ്ഞ ഒരാളുടെ കേസില്ലേ, പുള്ളി ജോർജിയെ പോയിട്ട് എന്നെ വിളിച്ചു. പുള്ളി പറഞ്ഞു, അതായത് ഞാൻ ഇങ്ങനെ റേപ്പിസ്റ്റ് ആണെന്നൊക്കെ TV വരും, ആരാന്ന് മനസ്സിലായി കാണും. വെളിയിൽ പോയിട്ട് എന്നിട്ട് ഈ മനുഷ്യൻ കോടതിയുടെ അനുമതിയോടുകൂടി കീഴടങ്ങാൻ വരികയാണ്. കൊച്ചിയിൽ കോടതിയുടെ അനുമതിയോടുകൂടി വിദേശത്ത് നിന്ന് കീഴടങ്ങാൻ വരികയാണ്. പോലീസുകാർ കോടതിയിൽ ചെന്ന് പെർമിഷൻ ചോദിച്ചു, ഞങ്ങൾക്ക് എയർപോർട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യണം. കോടതി ഇപ്പം പോലീസുകാരോട് ചോദിച്ചു, മീഡിയക്കാരെ കാണിക്കാനല്ലേ? വേണ്ട. രാഹുൽ ഈശ്വറോട് പറയുന്നതല്ല കേട്ടോ, ഹൈക്കോടതി കേരള പോലീസിനോട് പറഞ്ഞാണ്, മീഡിയക്കാരെ കാണിക്കാനല്ലേ? വേണ്ട, അറസ്റ്റ് ചെയ്യണ്ട. ഇത് പോട്ടെ, മാധ്യമ പ്രവർത്തകരിൽ പ്രമുഖനായ ഡോക്ടർ അരുണിന്റെ കേസിൽ അതും എല്ലാ പ്രമുഖ പ്രോപ്പർ ലീഗൽ ആൾക്കാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോടതി ചോദിച്ചു, പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ലേ നിങ്ങൾ അരുൺകുമാറിനെതിരെ കേസെടുത്തത്? അതായത് നേരിട്ട് ആ പെൺകുട്ടിയെ കാണാത്ത ഡോക്ടർ അരുൺകുമാർ പോക്സോ കേസിൽ 1ാം പ്രതിയായി. നേരിട്ട് ആ പെൺകുട്ടിയെ കണ്ടിട്ട് പോലുമില്ല. അടുത്ത ദിവസം കൂടെയുള്ള സുഹൃത്തിനോട് നീ ഇന്നലെ ആ പെൺകുട്ടിയെ കണ്ടോ, നീ കാണാതിരിക്കുന്നതാണെന്നല്ലാതെ തമാശ പറഞ്ഞു. തമാശ ശരിയോ തെറ്റോ രണ്ടാമത്തെ കാര്യം. അരുൺകുമാർ അങ്ങനെ 1ാം പ്രതിയായി. എന്നാലേ ഒരു പഞ്ചുള്ളൂ, എന്നാലേ ഒരു ഗുമ്മുള്ളൂ. ഷാബാസിനെ 1ാം പ്രതിയാക്കിയാൽ ഒരു ഗുമ്മില്ല, അരുണിനെ 1ാം പ്രതിയാക്കിയാൽ മാത്രമേ അതിനൊരു ഗുമ്മുള്ളൂ. അല്ലെങ്കിൽ കുട്ടികൾ ജയചന്ദ്രൻ, ഞാൻ നേരത്തെ പറഞ്ഞു, സെറീന യഥാർത്ഥത്തിൽ എന്റെ വലിയൊരു ഹീറോ ആണ്. 7 മാസമായി പുള്ളി ഒരു ജാമ്യം കിട്ടാൻ വേണ്ടി കൊടുക്കുന്നു. ഇന്നലെയാണ് നോട്ട് അറസ്റ്റ് കിട്ടിയത്. ഒരു വ്യാജ കേസാണ്, അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളും മറ്റുള്ള ഒരു രീതിയിലുള്ള കേസാണ്. ഈ വ്യാജ പോക്സോ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ ഇയാൾക്ക് ജീവിക്കണ്ടേ? പുള്ളിക്ക് അച്ഛനും അമ്മയും അങ്ങനെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് ഒന്നും ഇല്ല. സിനിമയ്ക്ക് റോൾ കിട്ടൂ, സീരിയലിന് റോൾ കിട്ടൂ, ഏതെങ്കിലും പരിപാടിക്ക് വിളിക്കൂ, സ്റ്റേജിൽ വിളിക്കൂ, ഇവർക്കൊക്കെ ആഹാരം കഴിക്കണ്ടേ, ജീവിക്കണ്ടേ? അവിടെയാണ് പ്രിയങ്ക നേരത്തെ പറഞ്ഞത്, ഞങ്ങളൊക്കെ ശക്തമായി ഡിമാൻഡ് ചെയ്തത്. ഞങ്ങൾ പറയുന്നതിന് വിലയില്ല, പക്ഷെ ഒരു സ്ത്രീ, പ്രത്യേകിച്ച് സമൂഹത്തിൽ വളരെ ആദരിക്കപ്പെടുന്ന ഒരു സ്ത്രീ പറയുമ്പോൾ വിലയുണ്ട്. പുരുഷന്റെയും ഫോട്ടോയും പേരും കൊടുക്കാതിരുന്നൂടെ? കോടതി കുറ്റക്കാരനാണ് തെളിയിക്കുന്നവരെ. കോടതി കുറ്റക്കാരനാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കണം, അവരെ ആക്രമിക്കണം, അവർ മോശക്കാരാന്ന് പറയണം, അവർക്ക് പൊങ്കാലയിടണം, സംശയമില്ല. പക്ഷെ കോടതി കുറ്റക്കാരനാണെന്ന് പറയുന്നത് വരെ അവരുടെ ഫോട്ടോയും പേരും കൊടുക്കാതിരുന്നൂടെ?